അരുണാചൽ പ്രദേശ് വിഷയത്തിൽ ചൈനയ്ക്ക് ശക്തമായ താക്കീത് നൽകി ഭാരതം. സ്ഥലപ്പേരുകൾ മാറ്റി ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ കൈയടക്കാനാവില്ലെന്ന വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. അതേസമയം ചൈനീസ് നടപടിക്കെതിരെ അരുണാചലിലും പ്രതിഷേധം ശക്തമാവുകയാണ്. അരുണാചൽ സ്വദേശിയായ ഭാരത പൗരൻ എന്ന നിലയിൽ നടപടിയെ ശക്തമായി എതിർക്കുന്നതായി മുഖ്യമന്ത്രി പെമാ ഖണ്ഡു പോലും പ്രതികരിച്ചിട്ടുണ്ട്. അരുണാചലിലെ സാധാരണക്കാരും ഇതിനെതിരെ ശക്തമായി രംഗത്തുണ്ട്. सभी को मेरा नाम अजीत है और मैं अरुणाचल का वासी हूँ। और चाइना बोल रहा है कि अरुणाचल बोलो का पार्ट है, ऐसा नहीं है। अरुणाचल इंडिया का पार्ट है और हमेशा रहेगा। जय हिंद जय भारत। हम योगी भाई है और चाइना क्लेम कर रहा है कि अरुणाचल चाइना का है, पर ऐसा कुछ भी नहीं है। अरुणाचल इंडिया का है और इंडिया का ही रहेगा और हम इंडियन है और इंडियन ही रहेंगे। धन्यवाद। मेरा नाम किशन प्रधान है और बेसिकली हम यहाँ पर अरुणाचल में हम अभी तक मेरा जन्म यहाँ पर हुआ है। और चाइना जो क्लेम कर रहा है कि अरुणाचल चाइना का हिस्सा है, वो कभी था ना कभी रहेगा। अरुणाचल इज ए इंडिया, छोटा इंडिया है। यहाँ पर सभी जनजाति मतलब बाहर से आकर भी यहाँ पर रहते हैं और मेनलैंड से भी आते हैं। यहाँ पर बहुत सारे लोग हैं जो यहाँ पर आके काम करते हैं, नौकरी भी कर रहे हैं। और ये अरुणाचल कभी चाइना का होगा नहीं। अरुणाचल इंडिया है और इंडिया ही रहेगा। हाय, मेरा नाम बामुक चपो है और चाइना बोल रहे हैं कि अरुणाचल वो लोग का है, बट अरुणाचल हम लोग का ही है, इंडिया का ही है और हम लोग इंडियन ही रहेगा। थैंक यू. ഗൗതം അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, വ്യക്തമാണ് എന്തായാലും അരുണാചൽ പ്രദേശിലെ സാധാരണക്കാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ഭാരതവും പറയുന്നു അരുണാചൽ എന്തായാലും അവിഭാജ്യ ഘടകം. പക്ഷേ ചൈന പ്രകോപനം തുടരുകയുമാണ്. അനു, ഇതാദ്യമായല്ല ചൈന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റിയുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നത്. അടുത്ത കാലത്ത് തന്നെ വിവിധ രീതിയിൽ അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളുടെയും അതോടൊപ്പം തന്നെ കുന്നുകളുടെയും പുഴകളുടെയും ഒക്കെ പേര് ചൈന മാറ്റിക്കൊണ്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ചൈന ഇപ്പോൾ 30 സ്ഥലങ്ങളുടെ പേര് മാറ്റിയതായാണ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 കുന്നുകൾ, മലകൾ, അതോടൊപ്പം തന്നെ 4 നദികൾ, ഒരു തടാകം, 11 ജനവാസ കേന്ദ്രങ്ങൾ, ഒപ്പം ഒരു മൗണ്ടൻ പാസ്, ഇങ്ങനെ 30 സ്ഥലങ്ങളുടെ പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റിക്കൊണ്ടുള്ള പ്രകോപനമാണ് ഏറ്റവും ഒടുവിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന്, ബീജിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭാരതം ഇതിന് ശക്തമായ മറുപടി ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം ഒരിക്കൽ കൂടി ചൈനയുടെ നടപടിയെ വിശേഷിപ്പിച്ചത് യുക്തി ഇല്ലാത്തതായ, അതല്ലെങ്കിൽ ബുദ്ധിശൂന്യമായ നടപടി ചൈന തുടരുന്നു എന്നുള്ളതാണ്. കാരണം അരുണാചൽ പ്രദേശ് ഇന്നലെകളിൽ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നും അരുണാചൽ ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഭാവിയിലും അരുണാചൽ പ്രദേശ് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ചൈനയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത്. അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ മാർച്ച് മാസം 9-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിലെത്തുകയും അവിടെ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു വലിയ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് നാടിനെ സമർപ്പിച്ചു. 13,000 അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ടണൽ വലിയ തോതിലുള്ള സൈനിക നീക്കം ഭാരതത്തിന് നടത്താൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് ചൈന ഭാരതം അതിർത്തിയായിട്ടുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലേക്ക് ടാങ്കുകൾക്കും പീരങ്കികൾക്കുമൊക്കെ വളരെ വേഗത്തിൽ ഈ ഒരു നിർമ്മിതിയിലൂടെ കൃത്യമായി തന്നെ ഭാരതത്തിന് അവിടേക്ക് സൈനിക നീക്കം നടത്താൻ സാധിക്കും. ഇതിന് ശേഷമാണ് ചൈന വലിയ തോതിലുള്ള പ്രകോപനം അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും അരുണാചൽ പ്രദേശിലും ഇപ്പോൾ ചൈനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ടത് അരുണാചൽ പ്രദേശിലെ നിരവധി ചെറുപ്പക്കാരുടെ പ്രതികരണമാണ്. അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ചൈനയ്ക്കെതിരെ മുൻപും പല ഘട്ടങ്ങളിൽ തെരുവിലിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, അരുണാചലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുമ്പോൾ അവിടെ വലിയ തോതിൽ ജനങ്ങൾ ഭാരതത്തിൻ്റെ ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമായി വോട്ടവകാശം ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് അവർ ഭാരതത്തിൻ്റെ ഭാഗമായി എക്കാലവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അരുണാചലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോവുകയാണ്. അതിനാൽ അവിടുത്തെ ജനങ്ങൾക്കും ഇത് വലിയ തോതിലുള്ള ഒരു പ്രകോപനമായി ചൈന നടത്തുന്ന പ്രവർത്തനങ്ങളെ അവരും നോക്കിക്കാണുന്നു. ചൈന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണമെന്നതാണ് അരുണാചൽ പ്രദേശിലെ സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ. മുഖ്യമന്ത്രി പെമാ ഖണ്ഡുവിൻ്റെ പ്രതികരണം
നാം നേരത്തെ കേട്ടിരുന്നു. ഇത്തരം പ്രകോപനങ്ങൾ കൊണ്ടൊന്നും അരുണാചൽ പ്രദേശിനെ കീഴ്പ്പെടുത്താമെന്ന വ്യാമോഹം ചൈനയ്ക്ക് വേണ്ട എന്ന രീതിയിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി പെമാ ഖണ്ഡുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഗൗതം, അത് തന്നെ ശ്രദ്ധേയമാണ് അരുണാചൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അത് ശക്തമായ താക്കീത് ചൈനയ്ക്ക് അദ്ദേഹം നൽകുക കൂടിയാണ്. എന്തായാലും ഈ ചൈനയുടേത് ഗിമ്മിക്കാണ്, ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രാജ്യസ്നേഹികളാണ് ആ സംസ്ഥാനത്തുള്ള പൗരന്മാർ. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ പ്രകോപനത്തെ അല്ലെങ്കിൽ നീക്കത്തെ അല്ലെങ്കിൽ ഇത്തരം വിഡ്ഢിത്തരത്തെ തള്ളിക്കളയുന്നതായും കൂടിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അനു, അതുതന്നെയാണ്. ഒന്ന്, അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്കിടയിൽ ചൈനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമ്മൾ നേരത്തെ കേട്ട പ്രതികരണങ്ങൾ അത് കേവലം ഒറ്റപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെ പ്രതികരണമല്ല, മറിച്ച് അരുണാചൽ പ്രദേശിലെ സമൂഹത്തിൻ്റെ ആകെ വികാരമായി നമുക്ക് അതിനെ നോക്കിക്കാണാൻ സാധിക്കും. കാരണം മുൻപും ചൈന ഇത്തരം പ്രകോപനങ്ങൾ പലതവണ സൃഷ്ടിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അരുണാചൽ പ്രദേശിലെ അതിർത്തി കടന്ന് ചൈനീസ് സൈന്യം അകത്തേക്ക് കയറുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ വലിയ ചൈന വിരുദ്ധ പ്രതിഷേധം അരുണാചൽ പ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ചൈന വിരുദ്ധമായ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുകയും ഭാരതത്തിന്റെ സർക്കാരിനും നമ്മുടെ പ്രധാനമന്ത്രിക്കും ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് വൻപൻ പ്രകടനങ്ങളൊക്കെ അരുണാചൽ പ്രദേശിൽ നടന്നിരുന്നു. ഇപ്പോൾ ചൈനയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അരുണാചൽ പ്രദേശിൽ അടുത്തിടെ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ സ്വീകാര്യത, അത് ചൈനീസ് പ്രകോപനത്തിന്റെ ഒരു കാരണം. മറ്റൊന്ന്, അതിർത്തിയിൽ പ്രത്യേകിച്ച് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനോട് ചേർന്ന് ഭാരതം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് അവിടേക്ക് നല്ല റോഡുകളും അതോടൊപ്പം തന്നെ ടണലുകളും ഒക്കെ ഭാരതം നിർമ്മിക്കുന്നുണ്ട്. നമുക്കറിയാം, മുൻപ് ഭാരതത്തിന്റെ ചൈന അതിർത്തിയോടുള്ള സമീപനം ഇതായിരുന്നില്ല. മലയാളി കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ AK ആന്റണി 2010 ലോക്സഭയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ അരുണാചൽ പ്രദേശിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചൈന അതിർത്തിയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് UPA സർക്കാരിൻ്റെ നയം എന്നത് അവിടെ ഒന്നും ചെയ്യാതെ വെറുതെ ഇടുക എന്നുള്ളതായിരുന്നു. കാരണം നല്ല റോഡുകൾ നിർമ്മിക്കുന്നതും നല്ല പാലങ്ങൾ പണിയുന്നതും സൈനിക നീക്കത്തിന് സജ്ജമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെയും ചൈനയുടെയും അതിർത്തിയിൽ നിർമ്മിക്കുന്നത് ചൈനയെ പ്രകോപിപ്പിക്കും എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇത് AK ആന്റണി തന്നെ പാർലമെന്റിൽ, ലോക്സഭയിൽ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം കോൺഗ്രസിന്റെ നയം എന്നത് ചൈനയുടെ പ്രകോപനത്തെ എതിർക്കാൻ തങ്ങൾക്ക് കഴിയില്ല. അതിനാൽ തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറില്ലായിരുന്നു എന്ന് AK ആന്റണി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനാൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ സർക്കാർ അങ്ങനല്ല. 2014 ശേഷം നമ്മൾ ചൈന അതിർത്തിയിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ധാരാളം ടണലുകൾ ഉൾപ്പെടെ, അതായത് ചൈനയുടെ ഒരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ തോതിൽ സൈനിക നീക്കം വളരെ ഫാസ്റ്റായി യാഥാർത്ഥ്യമാകുന്ന രീതിയിലുള്ള നിർമ്മിതികൾ ഭാരതം അവിടെ നടത്തുന്നുണ്ട്. നമ്മുടെ പഴയ വിദേശ നയം, അതിലെല്ലാം മാറ്റം വന്നിരിക്കുന്നു. ചൈന പ്രകോപനം സൃഷ്ടിച്ചാൽ അതേ നാണയത്തിൽ അതിനെ പ്രതിരോധിക്കണം, അതിനെ തിരിച്ചടിക്കണം എന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാരിനുള്ളത്. ഇത് ചൈനയെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചില രൂപങ്ങളാണ് നമ്മൾ ഈ അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റുന്നതാണെങ്കിലും ചൈനയിൽ അടുത്തിടെ നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ പോയ അരുണാചലിലെ താരങ്ങൾക്ക് വിസ നിഷേധിച്ച സംഭവമാണെങ്കിലും ഇതിനെയെല്ലാം നമ്മൾ ഈ രീതിയിൽ വേണം നോക്കിക്കാണാൻ. അനു, ശരി ഗൗതം, അനന്തനാരായണനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.